ഞാൻ അടിവരയിട്ട് പറയുന്നു, അള്ളാഹുവിനെ നമ്മൾ ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ, പരലോകത്തെ നമ്മൾ ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ അതുപോലെ തന്നെ ഗൗരവമായി കാണേണ്ടതാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ ആദ്യം നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നൊരു പ്രപഞ്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ താൻ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു വിചാരണയുടെ ഒരു ലോകത്തേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഖുർആനിനോട് ഒരു ഗൗരവമായ സമീപനം സ്വീകരിച്ചേ മതിയാകൂ. കാരണം വിചാരണയുടെ ലോകത്തേക്ക് അല്ലാഹു നമ്മെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനാണ് അവിടെ പാരാമീറ്ററായിട്ട് വരിക. വിശുദ്ധ ഖുർആനാണ് അവിടെ അളവുകോലായിട്ട് വരിക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് ജീവിച്ചു എന്നത് മാത്രമായിരിക്കും അവിടെ മാനദണ്ഡം. പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും. അപ്പോൾ നാം ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ഖുർആൻ വെച്ചിട്ടാണ്. നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഖുതുബയിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഓരോ കാര്യങ്ങളും ഖുർആൻ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ ജീവിതത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ക്രമപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഖുർആൻ വച്ചിട്ടാണ്. ആ നിലക്ക് തന്നെ ഖുർആനുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം വേണം. ആ നിലക്ക് പാകപ്പെടുത്താനും രൂപപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ വചനങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യാൻ, ഖിറാഅത്ത് നടത്താൻ, തിലാവത്ത് നടത്താൻ നമ്മളോട് ആവശ്യപ്പെട്ടത് അതിനാണ്. അത് വച്ച് ജീവിതത്തെ പരമാവധി മാറ്റുരച്ച് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരമാവധി നമ്മുടെ മനോമണ്ഡലത്തിൽ നിലനിർത്തി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് പരമാവധി നീതി പുലർത്താൻ നമ്മെ പ്രാപ്തരാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആൻ തിലാവത്ത് നടത്താൻ പറഞ്ഞത്, നമ്മളോട് ഖുർആൻ ഖിറാഅത്ത് നടത്താൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് ഖുർആൻ നമ്മളോട് തിലാവത്ത് നടത്താൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് ഖുർആൻ ഖിറാഅത്ത് നടത്താൻ പറഞ്ഞത്.